സാറേ ഈ എന്താ ഈ ഡാർക്ക് വെബ് അല്ലെങ്കിൽ ഡീപ്പ് വെബ് ഇതെന്താ സംഭവം? ഇത് ആക്ച്വലി ഒരു ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കയറാൻ പാടില്ല, ഇത് ഇല്ലീഗലാണ്, അവിടെ ഡ്രഗ്സ് ആണ്, ഗണ്ണാണ്, ഇതൊക്കെ ഇങ്ങനെ ഒരു ഇമേജാണ് എല്ലാവർക്കും ഉള്ളത്. 90% ഓഫ് ദ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും ഉള്ളത്. ഈ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇൻഡെക്സ്ഡ് വെബ്സൈറ്റ് എന്ന് പറയാം, ഡിഫൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഗൂഗിളിൽ ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാഡമി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഫെൻസോയുടെ വെബ്സൈറ്റ് കാണാം, ഇൻസ്റ്റാഗ്രാം കാണാം, എൻ്റെ പേജ് കാണാം. ഇതൊക്കെ എങ്ങനെ ഗൂഗിളിന് കിട്ടുന്നത്? ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. സെർച്ച് എഞ്ചിൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ സെർച്ച് എഞ്ചിനൊക്കെ സ്പൈഡേഴ്സ് ഉണ്ടാവും. സ്പൈഡേഴ്സ് എല്ലായിടത്തും ഇരുന്നിട്ട് ക്രോൾ ചെയ്യാന്ന് പറയും. നമ്മളെ വെബ്സൈറ്റിലൊക്കെ കയറി ഇറങ്ങും. അപ്പോഴാണ് നമ്മളെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് എഞ്ചിന് കിട്ടുന്നത്. ഇതൊക്കെ ഇൻഡെക്സ്ഡ് പേജാ, സെർച്ചിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് അവൈലബിളാ. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കും ഒരു സെർച്ച് എഞ്ചിൻ. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻഡെക്സ്ഡാ. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഡാർക്ക് വെബിൽ ഇന്ന വെബ്സൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാർക്ക് വെബിലൊരു വെബ്സൈറ്റാണ് XYZ സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണെന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ്. അത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് വരില്ല, അത് ഇൻഡെക്സ് ചെയ്തിട്ടില്ല, അത് ഹിഡനാണ്. ഇനി ഡാർക്ക് വെബ് ആക്സസ് ചെയ്യണമെങ്കിൽ പ്രത്യേക VPN പ്രോക്സി ചെയിൻ വേണം. അതെന്താണ് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ ഒരു വെബ്സൈറ്റ് അടിച്ചിട്ട് ഡയറക്റ്റ്ലി കയറാം. ഡാർക്ക് വെബിൽ ഒരു വെബ്സൈറ്റ് www.google.com എന്നല്ല ഉണ്ടാവുക, പല റാൻഡം ക്യാരക്ടേഴ്സ് .onion .com അല്ല .onion ഉണ്ടാവുക. നമ്മൾ ഇതൊരു ഫൺ ഫാക്റ്റ് ആണ്. ഒനിയൻ എങ്ങനെ ഉണ്ടാവുക? സവാള ആദ്യം ഒരു സ്കിന്ന് പൊളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്കിന്ന്, വീണ്ടും ഒരു സ്കിന്ന്. ആ സ്കിന്ന് തീരില്ല. സെയിം കൺസെപ്റ്റ് നമ്മൾ VPNലേക്ക് വരാം. ഒരു VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ IP അഡ്രസ്സ് വേറൊരു രാജ്യത്തേക്ക് പ്രോക്സി ചെയ്യുന്നു. ഫൈൻ. ഒരു VPN ഇവിടെ, ഈ VPN മറ്റൊരു VPN കണക്ട് ചെയ്യുന്നു, ഈ VPN മറ്റൊരു VPN കണക്ട് ചെയ്യുന്നു. പ്രോക്സി ചെയിൻ. ഇങ്ങനെ ഒരുപാട് VPN കണക്ട് ചെയ്ത് എൻഡിൽ ഏതോ കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഡാർക്ക് വെബിൽ കയറാം. നമ്മളുടെ ട്രാക്ക് കിട്ടുക എന്ന് പറയുന്നത് നിയർ ടു ഇമ്പോസിബിളാണ്. ഇമ്പോസിബിൾ എന്ന് കംപ്ലീറ്റ്ലി അണ്ടർലൈൻ ഇട്ട് പറയുന്നില്ല, നിയർ ടു ഇമ്പോസിബിൾ നമ്മളെ ട്രാക്ക് ചെയ്യാന്ന് പറയുന്നത്. കാരണം ഇത്രയും IP അഡ്രസ്സ് മാറിയിട്ടാ വരാം. ലാസ്റ്റ് തോനെ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലുള്ള ആളെ കിട്ടാം. ഇതിങ്ങനെ പ്രോക്സി ചെയിൻ ഇതിനാ പറയുന്നത്. ഡീപ്പ് വെബിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രോക്സി ചെയിൻ യൂസ് ചെയ്യണം. പ്രോക്സി ചെയിൻ യൂസ് ചെയ്താൽ മാത്രമേ ഡാർക്ക് വെബിലേക്ക് എത്താൻ പറ്റൂ. ഡീപ്പ് വെബും ഡാർക്ക് വെബും വ്യത്യാസം എന്താ വെച്ചാൽ ഡീപ്പ് വെബ് എന്ന് പറഞ്ഞാൽ അവരുടെ സെർച്ച് എഞ്ചിൻ കംപ്ലീറ്റ്ലി ഉള്ളത് ഡീപ്പ് വെബിലാണ്. സോ ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് പ്രത്യേക ടോർ ബ്രൗസർ എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ പല പ്രോക്സി ചെയിനും ഉണ്ട്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ VPN കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസർ യൂസ് ചെയ്യാം. ടോർ ബ്രൗസർ യൂസ് ചെയ്താൽ ഡയറക്റ്റ്ലി അത് വിത്ത് VPN വരുന്ന ബ്രൗസറാണ്, അതിൻ്റെ അകത്തേക്ക് കയറാം. ഇനി മറ്റൊന്ന്, ഇതിൽ വെറും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ല. ഫേസ്ബുക്കിന് ഡാർക്ക് വെബ് ഉണ്ട്. ഇവിടെയുള്ള പല ബാങ്കിനും അവരുടെ വളരെ കോൺഫിഡൻഷ്യൽ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ഡാർക്ക് വെബിലാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ പുറത്തുള്ളവർക്ക് കണ്ടെത്താതിരിക്കാൻ. ഏത് കോമൺ മാൻ വേണമെങ്കിലും കയറാം, അതിന് പ്രശ്നമില്ല. ഞാൻ ഡാർക്ക് വെബിൽ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഡാർക്ക് വെബിൽ ഫ്ലിപ്കാർട്ടിൽ എല്ലായിടത്തും കയറി കാണിക്കുന്നുണ്ട്. അതിലെല്ലായിടത്തും സെർച്ച് കയറിയ ഹാക്ക് ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഹാക്ക് ചെയ്യും മീൻസ് ഡാർക്ക് വെബിൽ അറിയാത്ത വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ തരുന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കരുത്. അതുപോലെ ഡാർക്ക് വെബിൽ ഒന്നും വാങ്ങരുത്, നമ്മൾക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഡാർക്ക് വെബിൽ ഒരു ഗണ്ണ് വാങ്ങാൻ കിട്ടുന്നു, അതൊക്കെ ശരിക്കും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ഗണ്ണിന് വേണ്ടിയിട്ട് അതൊരു റുപ്പീസ് അല്ല, ബിറ്റ് കോയിനെ കൊടുക്കുക. ഞാൻ പൈസ കൊടുത്തു, അത് അവർ അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ പറയും? അതൊരു സ്കാം ആവുമല്ലോ. ഡാർക്ക് വെബിൽ എനിക്ക് ഹാക്കറെ ഹയർ ചെയ്യുന്നു, പൈസ അയച്ചു കൊടുത്തു, പിന്നെ ഇങ്ങോട്ട് റെസ്പോണ്ട് ഇല്ല. 90% ഓഫ് ദ ടൈം അതിൽ ഓൾറെഡി എന്താ പറയുക പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അത് ഫേക്ക് ആവാം ഒറിജിനൽ ആവാം, നമ്മൾക്കറിയില്ല. അപ്പോൾ അത് പൈസ അവിടെ എത്തിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അത് ട്രാക്കബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ കേട്ടത് ഇതിലെ ഡാർക്ക് സൈഡ് മാത്രമാണ്. പക്ഷെ ഇത് ഐ തിങ്ക് ഇത് ഒറിജിനേറ്റ് ചെയ്തത് US നേവിയോ, അതെനിക്കറിയില്ല, ഗൂഗിൾ ചെയ്താലേ കിട്ടും. നേവി ഓർ ആർമി, ആ US നേവി അന്നേരം കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി കണ്ടുപിടിച്ചതായിരുന്നു. പിന്നെ അത് ഗ്ലോബലി അക്സെപ്റ്റ് ആയതാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന് എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു സംഭവം. ഡാറ്റ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല, അതിൽ ആക്സസ് ചെയ്യാനൊക്കെ അവര് അത് നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. കൂടുതൽ അതാണ് നടക്കുന്നത്. ഓക്കെ. ശരിക്കും നമ്മൾ ഈ കേൾക്കുന്ന പോലെ തന്നെ ഇപ്പോൾ
ഈ വൾഗറായിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ ഗണ്ണ് അങ്ങനത്തെ എല്ലാം അതിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്ലസ്സും ഉണ്ട്. അതായത് നമ്മള് ബിലോ 18 വീഡിയോസ്, അബവ് 18 അല്ല ബിലോ ചൈൽഡ് ആ വേർഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രശ്നം വരും. അങ്ങനത്തെ ഒക്കെ അതിൽ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഉള്ളതാ. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടു അത് ശരിക്കും വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലൊക്കെ അത് സംഭവം ഉണ്ട്, ഉണ്ടായിക്കൂടെ? അത് ആരും അറിയുന്നു. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്താൽ ഞാൻ യൂസ് ചെയ്താൽ ആരും അറിയുന്നു. ആർക്കും അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല.